നല്ലൊരൽപ്പവുമില്ലെനിക്ക് ആഴിയും പൂഴിയും നാഥൻ അഭയമായെന്നഴിയിലുണ്ട്. ആഴിയും പൂഴിയും നാഥൻ അഭയമായെന്നഴിയിലുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 37-ാം സങ്കീർത്തനം 34-ാം വാക്യം. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കാം, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും. പാത ദീർഘവും അന്യായവുമായി തോന്നുമ്പോഴും വിശ്വാസത്തിലും അനുസരണത്തിലും ഉറച്ചു നിൽക്കുവാൻ ദാവീദ് ഈ വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാത്തിരിപ്പ് ബലഹീനതയല്ല, അത് ചലനത്തിനുള്ള വിശ്വാസമാണ്. ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയമല്ല. അതുകൊണ്ട് അവൻ്റെ സമയം വരെയും നാം കാത്തിരിക്കുന്നവരാകുക. കാത്തിരിപ്പിനോടൊപ്പം അനുസരണവും ഈ വാക്യം നമ്മോട് ആവശ്യപ്പെടുന്നു. അവൻ്റെ വഴി പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസ്തയോടെ അവന് വേണ്ടി ജീവിക്കുക എന്നാണ്. മറ്റുള്ളവർ കുറുക്കു വഴികൾ പിന്തുടരുമ്പോൾ നാം ദൈവദിനം പിന്തുടരുന്നവരായി രൂപപ്പെടുക. ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർ ഒരിക്കലും ലജ്ജിതരാകുകയില്ല. തന്നെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരെ ദൈവം ബഹുമാനിക്കും. ദൈവം തന്നെ കാത്തിരിക്കുന്നവരെ മറക്കുന്നില്ല. ദൈവം നമ്മെ ഉയർത്തുമ്പോൾ അത് ശാശ്വതവും സമാധാനപരവുമായിട്ടായിരിക്കും. ദുഷ്ടന്മാരുടെ ക്ഷണികമായ ഉയർച്ച പോലെ ആവുകയില്ല അത്. ദൈവത്തിൻ്റെ നീതി വൈകിയതായി തോന്നാം, എന്നാൽ അത് ഉറപ്പാണ്. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുമ്പോൾ നിങ്ങളത് കാണും എന്നുള്ളത് ദൈവിക ന്യായീകരണത്തിൻ്റെ ഉറപ്പ് കൂടിയാണ്. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ കർത്താവിനായി കാത്തിരുന്ന് അവൻ്റെ വഴിയിൽ നടന്നാൽ അവൻ നിന്നെ ഉയർത്തുന്നത് നിനക്ക് കാണുവാൻ കഴിയും. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുവാനുള്ള കൃപ ഈ നാൾ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.